ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ റിവ്യൂയിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ ശ്രുതി അച്ഛൻ്റെ കൈകളിൽ ഇങ്ങനെ പിടിച്ച് കരയുന്ന സമയത്ത് ശ്യാമ പതുക്കെ കയ്യിലൊന്ന് തൊടുവാട്ടോ. അപ്പോൾ തന്നെ ദേഷ്യത്തോടു കൂടി നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ശ്യാമിനെ നോക്കുവാണ്. എന്ന് കാണിക്കുമ്പോൾ എന്താ 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 അച്ഛ എന്ന് ശ്രുതി ചോദിക്കുകയാണ്. എന്നിങ്ങനെ കാണിക്കുവാട്ടോ ശ്യാമിനെ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ശ്യാം സാറിനോട് അച്ഛൻ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്താ അച്ഛൻ ശ്യാം സാറിനോട് പറയാനുള്ളത്? പറഞ്ഞു അച്ഛന്ന് പറയുവാണ്. ആ സമയത്ത് വീണ്ടും ഇങ്ങനെ കാണിക്കുവാണ്. ആ സമയത്ത് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, ഓ നിങ്ങൾക്ക് സുഖമില്ലാണ്ട് പെട്ടെന്നായപ്പോഴേക്കും ഷാമോനാണല്ലോ ഇവിടെ കൊണ്ടുവന്നത്, അതിന് ഷാമോനോട് നന്ദി പറയായിരിക്കും അല്ലേ എന്ന് ശ്രുതിയുടെ അമ്മ പറയുമ്പോൾ അച്ഛനൊന്നുകൂടി ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയണ്ട എന്താ വെച്ചാ എന്താ അതിനെ പറയാണ്. ആ സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മതി എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാവോ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ ശ്യാം പറയണ്ട അച്ഛൻ ഉറങ്ങട്ടെ, വാ നമുക്ക് പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുക കേട്ടോ. അതേസമയം നമ്മുടെ ആകാശാണെങ്കിൽ പ്രീതിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. പ്രീതി വീട്ടിൽ വന്നതും പ്രീതിയുടെ കാലിൽ സൂചി കുത്തിക്കയറിയപ്പോൾ ആ സൂചി എടുത്തതും പ്രീതിനെ പൊക്കിയെടുത്തതും പ്രീതി വിഷമത്തോടു കൂടി ആകാശം നോക്കിയതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുക കേട്ടോ. ആ സമയത്ത് അവിടേക്ക് അഞ്ജലി വരുന്നുണ്ട്. അതിനുശേഷം ആകാശോട് പറയാൻ ആകാശോട് ചോദിക്കണ്ട, എന്താ ആകാശം നീ ആലോചിക്കുന്നത്, ഇന്ന് ചായ കുടിക്കുന്ന പറയുകയാണ്. അല്ല, ഞാൻ ശ്രുതിയുടെ വീട്ടുകാരുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. അവർ പെണ്ണുങ്ങൾ മാത്രമല്ല ചേച്ചിയുള്ളത്, അവർക്ക് ഒറ്റയ്ക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് പറ്റുന്ന പോലെ അവരൊന്ന് സഹായിക്കണം ചേച്ചി എന്ന് പറയുകയാണ്. അതെ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അവർക്ക് വേറെ ആരും സഹായിക്കാനായിട്ടില്ലല്ലോ, അച്ഛൻ കിടന്നുപോയില്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ സഹായിക്കണം. ആകാശെ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയാലോ എന്ന് അഞ്ജലി ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അത് കേട്ടുകൊണ്ട് മനോരമ വരുന്നുണ്ട്. നിങ്ങൾ എവിടെ പോകുന്ന കാര്യമായി പറയണത് എന്ന് പറയുമ്പോൾ, അല്ല ആൻറ്റി, ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ. അതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് വയ്യായികയാണ് ഉള്ളതെന്ന് പറയുകയാണ്. അയ്യോ ഞങ്ങൾക്കല്ല ആൻറ്റി, ശ്രുതിയുടെ അച്ഛൻ അവിടെ കിടക്കുമല്ലേ, അതിനെന്താ, ഹോസ്പിറ്റലിൽ അങ്ങനെ പല രോഗികളും കിടക്കും, അതിന് നിങ്ങൾ പോയി കാണേണ്ട ആവശ്യം എന്താ? അല്ല ആൻറ്റി, അവളിവിടെ ജോലിക്ക് വന്നുകൊണ്ടിരുന്നതല്ലേ, നമ്മളെ കുടുംബത്തിന് എത്രമാത്രം സഹായിച്ചതാ ശ്രുതി. ഈ കുടുംബം ഇപ്പം ഇങ്ങനെ നന്നായിട്ട് പരസ്പരം ഒന്ന് ഒത്തൊരുമയായിട്ട് പോകാനായിട്ട് കാരണം ശ്രുതി തന്നെയാണ്. മുമ്പ് ആൻറ്റിക്കറിയാലോ, മുത്തശ്ശിയും കുഞ്ഞിനും കൂടി എപ്പോഴും വഴക്കും കാര്യങ്ങളായിരുന്നു. അവർ പരസ്പരം മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. ഇപ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ ലാവണ്യം സ്വഭാവം ഒരുപാട് മാറി. പിന്നെ ഇവിടെയാണെങ്കിൽ കുറച്ച് കളിച്ചിരി തമാശകളൊക്കെ എൻ്റെ കുഞ്ഞിനൊന്ന് ചിരിച്ചതൊക്കെ അവൾ വന്നതിന് ശേഷമാണ്. അപ്പോൾ അവളുടെ അച്ഛനിങ്ങനെ കിടക്കുമ്പോൾ ഒന്ന് അന്വേഷിക്കാൻ പോകേണ്ടതും ഒന്ന് സഹായിക്കേണ്ടതും നമ്മുടെ കടമയല്ലേ. നോക്ക്, അതിൻ്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾ ഇവിടുന്ന് രണ്ടുപേരും എവിടേക്കും പോകുന്നില്ല എന്നിങ്ങനെ പറയുവാണ്. എടാ ആകാശ്, നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, നീ വെറുതെ ടേല് പൊക്കണ്ടെന്ന് പറയാണ്. പക്ഷേ ഈ അമ്മ എന്തൊക്കെയാണ് പറയണതെന്ന് പറയാണ്. ആൻറ്റി നോക്ക്, ആകാശാന്ന് ചെയ്ത് അവളുടെ കാലൊരു സൂചി കയറി, അതൊന്ന് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്താണ്. വേണ്ട അഞ്ജലി മോളെ, നിന്നെ പറ്റിക്കാൻ ഇവനെ പറ്റും, പക്ഷേ എന്നെ പറ്റിക്കാനായിട്ട് പറ്റില്ല അതിനെ പറയാണ്. ശരി ആൻറ്റി, ഞങ്ങൾ എവിടേക്കും പോകുന്നില്ല, പോരെ എന്ന് ചോദിക്കുകയാണ്. അത് മതി എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ. ആകാശിനും അഞ്ജലിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല, രണ്ടുപേരും വല്ലാത്ത വിഷമത്തിൽ അങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടിയിട്ട്, ഡോക്ടർ അച്ഛൻ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കണം. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളോട് പറയാൻ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്, പക്ഷെ പറഞ്ഞല്ലേ പറ്റൂ, അച്ഛന് സ്ട്രോക്കാണ് വന്നിരിക്കുന്നത്, പാരലൈസ് ആയിപ്പോയി, ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അച്ഛനെ എഴുന്നേറ്റ് നടക്കില്ലേ ഡോക്ടർ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ 90% ചാൻസ് ഇല്ല, ബാക്കി 10% ചാൻസേ ഉള്ളൂ, എങ്കിലും ഇനി നിങ്ങളത് അംഗീകരിച്ചേ പറ്റൂ, അച്ഛനിനി പഴയ പോലെ നടക്കാനോ ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുകയാണ്. അപ്പോഴേക്കും അമ്മ ഓടി വരുന്നുണ്ട്. എന്താ മക്കളെ ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അമ്മേനെ കെട്ടിപ്പിടിച്ച് ശ്രുതിയും പ്രീതിയും കരയും കേട്ടോ. അപ്പോഴേക്കും അമ്മായി കരയുന്നുണ്ട്. എൻ്റെ ഈശ്വര, എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, എൻ്റെ അശോകേട്ടൻ ഇങ്ങനെ കിടപ്പായി പോയിട്ട് എന്ത് അപരാധമാണ് ഈശ്വരൻ ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ആകെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അത് കേട്ട് പെട്ടെന്ന് ശ്യാം സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ്. എൻ്റെ ശ്രുതിനെ കാണിക്കാൻ വേണ്ടി അവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ വിളക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ വിളക്കിൽ മുകളിൽ കൈ ഇങ്ങനെ വെക്കുവാണ്. ഈശ്വര, എന്ത് തെറ്റാ എൻ്റെ അച്ഛൻ ചെയ്തത്, എല്ലാവരും സ്നേഹിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ അച്ഛൻ, എന്നിട്ട് അച്ഛന് ഈ അവസ്ഥ വന്നല്ലോ, എന്തിനാ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പൊള്ളിക്കാട്ടോ. അത് കണ്ടിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട്. ശ്യാം സർ എന്തേ കാണിക്കണത് എന്ന് പറഞ്ഞിട്ട് കൈ മാറ്റുവാണ്. ശ്യാം സർ കറക്റ്റ് സമയത്ത് വന്നത് കൊണ്ട് എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷപ്പെട്ടു, അതിന് ശ്യാം സാർ നന്ദി പറയാനാണ് ശരിക്കും ഞാൻ വന്നത്. ആ സമയത്ത് ശ്യാം സാർ സ്വയം ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ. അച്ഛൻ ശരിയാവും ശ്യാം സാർ, എൻ്റെ മനസ്സ് അങ്ങനെ തന്നെയാണ് പറയണത്, അച്ഛൻ തീർച്ചയായിട്ടും ശരിയാവും എന്നൊക്കെ ശ്യാമിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ട് ശ്രുതി. ഇതൊക്കെ കേട്ട് ശ്യാമിനെ ഒരു പുച്ഛഭാവത്തോടു കൂടി ശ്യാമിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ
അഞ്ജലിയും അതുപോലെ തന്നെ ആകാശൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോരമ പുറത്ത് പോയിട്ട് ആകെ ഷോക്ക് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി പോകുന്നുണ്ട്. എന്താ ആൻറ്റി ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കണത്? ആൻറ്റിക്ക് എന്തോ വിഷമമുള്ള പോലെ എന്ന് പറയുമ്പോൾ, നീ കണ്ടില്ല അഞ്ജലി ബേബി, തലയിൽ വെച്ച പേനരിക്കും താഴെ വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞിട്ട് വളർത്തിയതല്ലേ ഞാൻ ആകാശിനെ. ഇപ്പം അവൻ എന്നെ ഒന്നും വേണ്ട. ഇപ്പം ആ കീറസാരിക്കാരുടെ ചേച്ചിനെ മതി അവന് വേണ്ടിയിട്ട് ഒരു കോടീശ്വരിയായിട്ടുള്ളൊരു പെണ്ണിനെ, നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ ആലോചിക്കുകയെന്ന് ചെയ്തതാണ്. എൻ്റെ സ്വപ്നങ്ങളെല്ലാം വെറുതെ ആയിപ്പോയി, എല്ലാം തല്ലിക്കിടത്തിയില്ലേ അവൻ എന്ന് പറയുമ്പോൾ, ആൻറ്റി വിചാരിക്കണ പോലെ ഒന്നല്ല ആകാശ്, അങ്ങനെയൊന്നുമല്ല ആൻറ്റി എന്ന് പറയുവാണ്. നിനക്കങ്ങനെ തോന്നും, പക്ഷെ അവൻ്റെ സ്വഭാവം ആകെ മാറി അഞ്ജലി മോളെ, നീ വിചാരിക്കണ പോലെ അല്ല അവൻ എന്ന് പറയുമ്പോൾ ആകാശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മ എന്തൊക്കെയാണ് അമ്മ പറയണത്? അവരെ സഹായിക്കാൻ പോണത് ഇത്രമാത്രം തെറ്റാണോ? എടാ ചെറുക്ക, നീ വെറുതെ തുള്ളണ്ട കേട്ടോ. അവളെ ആ കീറസാരിക്കാരി അവളുടെ ചേച്ചിനെ മനഃപൂർവ്വം ഇവിടേക്കും കൂടെ കൊണ്ടുവരുന്നതാ ഇവൻ്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് മനോരമ ഇങ്ങനെ മുത്തശ്ശി വരുന്നുണ്ട്. എന്താ ഒരു ബഹളം എന്ന് പറയുകയാണ്. ആ സമയത്ത് മനോരമ എടുത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം നിൻ്റെ മോനോട് പറയുന്നുണ്ടല്ലോ, എന്താണ് നീ അവിടെ പോകണ്ട, ഇവിടെ പോകണ്ട, നിന്നെ വളച്ചെടുക്കാൻ വേണ്ടിയാണ് അവളിവിടെ വരുന്നത്, നീ അവിടെ അതിലൊന്ന് വീഴരുതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിരുന്നെങ്കിലേ എൻ്റെ മോൻ്റെ ജീവിതം രക്ഷപ്പെട്ടാനെ. അതിൻ്റെ ഫലം അവൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. കണ്ടു അഞ്ജലി ബേബി ഈ അമ്മ പറയുന്നത്? അപ്പം അതിനർത്ഥം ഞാൻ ഇപ്പോഴും നിൻ്റെ അങ്കിളിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണതല്ലേ പറയണത് എന്ന് പറയാണ്. ദേ മനോരമ, പഴയ കാര്യങ്ങളും പിള്ളേരുടെ മുമ്പ് വെറുതെ എടുത്തിടണ്ട നീ എന്ന് പറയണം. അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്താനാണെങ്കിൽ ഞാൻ എൻ്റെ മോനെയും ഭർത്താനെയും വിളിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. എങ്ങോട്ട് പോകുമെന്ന് നീ പറയണത്? നിൻ്റെ കുടുംബക്കാർ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അമ്മ എന്തൊക്കെയാണ് പറയണത് എന്നിങ്ങനെ പറയാണ്. ഇത് ടൂ മച്ച്, ദിസ് ഇസ് ടൂ മച്ച് എന്ന് പറയുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയണ്ടേ, എൻ്റെ മനോരമ, ഒരാണും പെണ്ണും സംസാരിച്ച് നിനക്ക് ഈ അർത്ഥം മാത്രമേ കാണാനുള്ളൂ. അത് സഹോദരിയാകാം, കൂട്ടുകാരാകാം, ചിലപ്പോൾ നമ്മൾ മനസ്സുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കാം. അതിന് നിൻ്റെ കണ്ണിൽ ഈ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. അവൾ ഏതാണും പെണ്ണും സംസാരിച്ചാൽ അപ്പം പറയും പ്രേമമാണ്, പ്രണയമാണ്, എല്ലാം ആണെന്ന്. അതിന് നിനക്ക് എന്താ? ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് എന്തും ആവാം. നിൻ്റെ മകന് ഒന്നും ആവാൻ പാടില്ല അല്ലേ? നീ വിചാരിക്കുന്ന പോലെ തന്നെ നിൻ്റെ മകൻ നടക്കണം, അങ്ങനെയാണല്ലേ? എങ്കിൽ ഞാൻ എൻ്റെ തീരുമാനം പറയാം. ആകാശേ, അഞ്ജലി, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം, അവിടെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇത് എൻ്റെ തീരുമാനമാണ് എന്നിങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് മനോരമക്കാകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശരി മുത്തശ്ശി, ഞങ്ങളിപ്പോൾ തന്നെ പോകാം എന്ന് ആകാശ് സന്തോഷത്തോടു കൂടി പറയേണ്ട. അഞ്ജലിയും പറയുന്നുണ്ട്, ശരി മുത്തശ്ശി ഞങ്ങൾ പോകാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോകാം, ആശുപത്രി പോകാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി പോകുക കേട്ടോ. അതേസമയം ആരും അറിയാണ്ട് നമ്മുടെ ശ്യാമ് ഐസിയുനുള്ളിലേക്ക് കടക്കുവാണ്. ആ സമയത്ത് അശോകൻ കണ്ണ് തുറക്കുന്നുണ്ട്. അച്ഛൻ കണ്ണ് തുറന്നു. അച്ഛൻ്റെ ഈ അവസ്ഥ എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അച്ഛനെ രക്ഷപ്പെടാനുള്ള ചാൻസ് ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞത് കേട്ടായിരുന്നു അച്ഛനെ കിടന്ന കിടപ്പായിപ്പോയി, ഇനി എഴുന്നേക്കൂല്ല, സംസാരിക്കൂല്ല, ഇങ്ങനെ തന്നെ കിടക്കണം. ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ആർക്കാണെന്നറിയാവോ? എനിക്ക് തന്നെ. അച്ഛൻ ഈ കിടന്ന കിടപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്താം. അച്ഛനെ ഞാൻ ഈ പരലോകത്തേക്ക് അയക്കാം. അതുപോലെ അച്ഛൻ എന്ന് പറയാട്ടോ. അല്ലെങ്കിൽ വേണ്ട, അച്ഛനെ ഞാൻ കൊല്ലുന്നില്ല. കാരണം അച്ഛനിങ്ങനെ കിടക്കട്ടെ, അങ്ങനെ തന്നെ കിടക്കട്ടെ. അച്ഛനെ എൻ്റെ ശ്രുതിനെ വിവാഹമൊക്കെ കാണണ്ടേ, അത് എത്രയും പെട്ടെന്ന് നടത്തും. ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ എൻ്റെ പുറകെ നടക്കും. ശ്രുതിമോളെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളതൊക്കെ നോക്കിക്കോ എന്ന് പറയുന്നിടത്താട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.